തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയായ കല്ലമ്പലം കടമ്പാട്ടുകോണത്ത് ദേശീയപാതയുടെ താൽക്കാലിക സർവീസ് റോഡ് തകർന്നതോടെ അപകടങ്ങളും ഗതാഗതക്കുരുക്കും പതിവ് കാഴ്ചയായി മാറുന്നു. ദേശീയപാത നിർമ്മാണം പാതി വഴിയിലായതുകൊണ്ട് തന്നെ യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഗതാഗതത്തിനായി താൽക്കാലികമായി ഒരുക്കിയ സർവീസ് റോഡിൽ വലിയ കുഴികളാണ്. കുത്തനെയുള്ള കയറ്റവും ഇറക്കവുമുള്ള ഈ ഭാഗത്ത് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ വലിയ ബുദ്ധിമുട്ടുമാണ്. ഭാരമേറി വരുന്ന വാഹനങ്ങൾ കയറ്റം കയറുന്നതിനിടെ മുന്നോട്ട് പോകാനാകാതെ നിൽക്കുകയും പിന്നിലേക്ക് ഉരുണ്ടിറങ്ങുന്നതും ഇവിടെ പതിവ് കാഴ്ചയെന്നാണ് സമീപത്തുള്ളവർ പറയുന്നത്. ഇങ്ങനെ പിന്നാലെ എത്തുന്ന വാഹനങ്ങളിൽ ഇടിച്ച് അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. കയറ്റത്തിൽ വാഹനങ്ങൾ നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അപകടം ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് പുറകെ സഞ്ചരിച്ചെത്തുന്ന യാത്രക്കാർ. ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള റോഡുകളും തകർന്ന നിലയിൽ തന്നെയാണ്. മഴ പെയ്തതോടെ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ റോഡിന്റെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയാൻ കഴിയാതെ വാഹനങ്ങൾ കുഴിയിലകപ്പെടുന്നതും ഇവിടെ ഇപ്പോൾ പതിവാണ്. ഇതുമൂലം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും യാത്രക്കാരുടെ സുരക്ഷ അപകടത്തിലാവുകയും ചെയ്യുന്നുണ്ട്. ദേശീയപാത നിർമ്മാണ കമ്പനി മാസങ്ങളായി കാര്യമായ പ്രവൃത്തികൾ നടത്തുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാകുന്നുണ്ട്. നിർമ്മാണം നിലച്ചതിനാൽ റോഡിന്റെ അവസ്ഥ ദിനംപ്രതി കൂടുതൽ മോശമാകുന്നതായി നാട്ടുകാർ പറയുന്നു. ഇതോടെ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുകയും പലപ്പോഴും മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രികാലങ്ങളിലാണ് ആ സ്ഥിതി കൂടുതൽ മോശമാകുന്നത്. ആവശ്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളോ മതിയായ വെളിച്ചമോ ഇല്ലാത്തതുകൊണ്ട് തന്നെ അപകട സാധ്യതയും ഇരട്ടിയാകുന്നുണ്ട്. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള അടിയന്തര വാഹനങ്ങൾ പോലും ഗതാഗതക്കുരുക്കിൽ കുടുങ്ങുകയും രോഗികളുമായി പോകുന്ന വാഹനങ്ങൾക്ക് സമയത്ത് ആശുപത്രിയിലെത്താൻ കഴിയാത്ത സ്ഥിതിയും വരുന്നുണ്ട്. അടിയന്തരമായി സർവീസ് റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി കുഴികൾ നികത്തി ഗതാഗതം സുരക്ഷിതമാക്കുകയും ദേശീയപാത നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിക്കുകയും ചെയ്യണമെന്നാണ് പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യമുന്നയിക്കുന്നത്. വിസ്മയ ന്യൂസ്, കല്ലമ്പലം.